കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് പിന്തുണ നൽകി പൗൺകട് വാർഡിൽ നിന്നും വിജയിച്ച സുധീഷ് 51 പേർ അവധി അപേക്ഷ പിന്താങ്ങിയതോടെ സുഗതന്റെ ലീവ് അപേക്ഷ മേയർ അംഗീകരിച്ചു. സംസ്ഥാന സർക്കാരിന് വാർഡ് കൗൺസിലർ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാർഡോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ടുകടോ വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ച സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ് വിമതരായി മത്സരിച്ച് വിജയിച്ച ആളാണ് സുധീഷ്. സുഗതന് മുന്നോട്ട് വെക്കേണ്ട കാര്യം വെച്ചാൽ അയാൾ ഒരു കൗൺസിലറാണ്. കൗൺസിലർ ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഒരുപാടുണ്ട്. ആ അവകാശങ്ങൾക്കൊപ്പം ഒരു ലീവ് ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. സുഗതന് വ്യക്തിപരമായ സുഗതൻ ആസ് എ കൗൺസിലർ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ പിന്തുണയ്ക്കേണ്ട എൻ്റെ ആവശ്യകതയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ ബി.ജെ.പിയുടെ തീരുമാനങ്ങൾക്ക് പിന്തുണയുണ്ടാകും. തുടർന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യും. മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇതിൽ കിടക്കുന്ന ആർക്കും അവകാശങ്ങളുണ്ട്. അപ്പൊ ഇവര് പറയുന്ന ഘട്ടത്തോന്നും ആഭ്യന്തര പുള്ളിയുടെ ലീവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ലീവ് കൊടുക്കാനുള്ള അപേക്ഷ കൊടുക്കാം. അത് ആർക്കുമുള്ള റൈറ്റ് ഇല്ലേ? ജയിലിലുള്ള ആൾക്ക് റൈറ്റ് ഇല്ലേ? ആ ഒരു പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട മേയർ അനുമതി കിട്ടുന്നത്. അത് ഇവർക്കൊന്നും നിയമവശങ്ങളും ഇല്ല. ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ന് ഈ വോട്ടെടുപ്പിനോടുകൂടി തന്നെ ഒരാൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്? ഇവരുടെ വീട്ടുകാരുടെ വകയല്ല ഭരണഘടന. നിയമപ്രകാരം 3 കൗൺസിലർ ശ്രീ സുഗതൻ വന്നിട്ടില്ല. അദ്ദേഹത്തിന് അംഗത്വം റദ്ദാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് സംസ്ഥാന സർക്കാരിനോടും സെക്രട്ടറിയോടും പോകാൻ പോവുകയാണ്. വിയ്യൂർ ജയിലിൽ കിടന്ന് കൗൺസിലിൽ പോകാനുള്ള അനുമതിയാണ് ബി.ജെ.പിക്കാർ വാങ്ങിച്ചേക്കുന്നത്. ഇല്ലാത്ത അധികാരം ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയുകയില്ല. ശക്തമായിട്ട് ഈ വിഷയത്തിൽ നിയമപരമായിട്ട് യു.ഡി.എഫ് മുന്നോട്ട് പോകും. അവധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് ഒരു കൗൺസിലർക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത അപകടങ്ങൾ തുടങ്ങിയിട്ടുള്ള ആരോഗ്യം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്ക് പിടിപെട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്നത് പോലെ തന്നെ അവധിക്ക് അപേക്ഷ കൊടുക്കാനുള്ളത്. അതല്ലാതെ കാപ്പ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള നമുക്കറിയാലോ, കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് ഈ കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ആ പറയുന്ന സുഗതന് ഇവിടെ കൊണ്ടുവന്ന് അവധി അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ന്യായത്തെ വെല്ലുവിളിക്കൽ മാത്രമാണ് ഈ പറയുന്ന മേയർ ചെയ്തിരിക്കുന്നത്. കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്ത് കിടക്കുന്നത് ഹൈക്കോടതി ശരിവെച്ച ഒരു കേസിനകത്ത് ഒരു ഇടപെടൽ കൂടിയാണ് ഈ മേയർ നടത്തിയിരിക്കുന്നത്. ആ കാപ്പ കേസിനകത്തും ശരിയും തെറ്റിനകത്തും ഇടപെടുത്തുക ആണ് ഇപ്പോൾ ഈ കൗൺസിൽ മീറ്റിംഗിനകത്തോടുകൂടി ഈ മേയർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇന്ന് സ്വാഭാവികമായിട്ടും ബി.ജെ.പി. കൗൺസിലർമാർ ഒക്കെയും ഈ അവധി അപേക്ഷയ്ക്ക് പിന്തുണ നൽകുമെന്നും അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് അവരെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഇന്നത്തെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നത് സ്വതന്ത്രനായിട്ടുള്ള സുധീഷ് കുമാർ അദ്ദേഹം ഈ പിന്തുണച്ചു. ബി.ജെ.പി. അല്ല, സുഗതനെയാണ് പിന്തുണച്ചതെന്നാണ് പറയുന്നത്. അമൽ തന്നെ കാപ്പ കേസ് പ്രതിയല്ലേ അദ്ദേഹം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാളുടെ പ്രതികരണമൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച താൽക്കാലികമായെങ്കിലും രാഷ്ട്രീയമായി അവർക്കൊരു വിജയം എന്ന് പറയേണ്ടി വരും. കാരണം കൗൺസിലിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നുണ്ടായിരുന്നത്. 29 അംഗങ്ങൾ ഇടതുപക്ഷ അംഗങ്ങൾ, അതിൽ ഒരാൾ ശ്രീകുമാർ ഇന്ന് കൗൺസിൽ യോഗത്തിന് എത്തിയില്ല. അവശേഷിക്കുന്ന 28 പേരുണ്ടായിരുന്നു. യു.ഡി.എഫിൻ്റെ കൗൺസിലർമാർ 20 പേരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വതന്ത്രനായ സുധീഷ് ഉണ്ടായിരുന്നു. ബി.ജെ.പിയുടെ 50 കൗൺസിലർമാരും ഉണ്ടായിരുന്നു. സുഗതൻ ഉണ്ടായില്ല. മേയർ അടക്കം 50. ഈ സുധീഷിന് കൂടി പിന്തുണയാകുമ്പോൾ 51 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. സുധീഷിൻ്റെ പിന്തുണ എന്തായാലും നേരത്തെ തന്നെ ബി.ജെ.പി. ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുധീഷുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് സുധീഷ് പറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ വ്യക്തമായി തന്നെ സുധീഷ് നിലപാട് പറയുന്നുണ്ട്. ബി.ജെ.പിക്കല്ല പിന്തുണ, സുഗതനാണ് പിന്തുണ എന്നൊക്കെ പറയുമ്പോഴും ബി.ജെ.പിയുമായി കൃത്യമായ രാഷ്ട്രീയ നീക്കുപോക്ക് ഈ വിഷയത്തിൽ സുധീഷ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ മുതൽ മേയർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഈ വിഷയം കൗൺസിലിലേക്ക് എത്തുമ്പോൾ ഉറപ്പായും
സുഗതന് ഈ സുഗതൻ്റെ അവധി അപേക്ഷ പാസ്സാക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാകും എന്നുള്ളതായിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സുധീഷിൻ്റെ പിന്തുണയായിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം UDF-നെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു വിഷയമാണ്. UDF-ൻ്റെ കൗൺസിലർമാർക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർക്കോ ഒന്നും മനസ്സിലാകാത്ത ചില നീക്കങ്ങൾ കൗൺസിൽ യോഗത്തിലുണ്ടായി. ഈ സുഗതൻ്റെ അവധി അപേക്ഷ സംബന്ധിച്ച കാര്യം പരാമർശിക്കുന്നതിനിടെ VV രാജേഷ് ഒരു സർക്കുലർ എടുത്ത് ഉയർത്തിക്കാട്ടി. ആ സർക്കുലർ പറഞ്ഞിരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സർക്കുലർ, അതിൽ സുഗതന് അനുകൂലമായ ചില പരാമർശങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലറായിരുന്നു. ഇത് കേട്ട ഈ ഒരു ഘട്ടത്തിൽ UDF കൗൺസിലർമാരടക്കം പകച്ചു നിൽക്കുന്നതാണ് കണ്ടത്. LDF കൗൺസിലർമാർക്കും ഇത് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കൗൺസിൽ യോഗമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് സർക്കുലർ പുറത്തേക്ക് വരുന്നത്. അതിൽ ആഭ്യന്തര വകുപ്പ് സുഗതന് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു. സുഗതന് കൗൺസിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അപേക്ഷ നൽകാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അപേക്ഷ നൽകുമ്പോൾ അത് കൗൺസിൽ അംഗീകരിക്കുകയാണ് എങ്കിൽ താങ്കളുടെ സ്ഥാനം കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞാണ് സർക്കുലർ അവസാനിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി UDF വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ട ഒരു വിഷയമായി മാറുകയാണ്. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. തന്റെ അറിവോടെയല്ല ഈ കത്ത് എഴുതിയിട്ടുള്ളത്, ഇതിൽ പരിശോധന ഉണ്ടാകും. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ കൗൺസിൽ യോഗം. വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷയ. ശരി, അമൽ